ഞാൻ ശരണ്യ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് രക്തം, അതായത് ബ്ലഡിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ ജീവൻ്റെ അടിസ്ഥാന ഘടകമായ ബ്ലഡ്. അപ്പോൾ നമ്മുടെ നിർബന്ധമായിട്ടും നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് അറിഞ്ഞു വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ളവരുടെ ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞു വെക്കണം കേട്ടോ. പിന്നെ നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളവരുടെ ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ വീട്ടിൽ ആരുടെയെങ്കിലുമൊക്കെ ബ്ലഡ് ഗ്രൂപ്പ് റെയർ ആണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ നമുക്കത് ഭയങ്കര ഹെൽപ്പായിരിക്കും. അപ്പോൾ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 4 ഗ്രൂപ്പാണുള്ളത്. അതായത് എ ബി അതുപോലെ തന്നെ O. പിന്നെ നമ്മൾ RH എപ്പോഴും മാച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് മറ്റൊരാളിൽ നിന്ന് ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ O നെഗറ്റീവുകാർക്ക് എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ AB പോസിറ്റീവുകാർക്ക് എല്ലാവരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഈ ബ്ലഡ് നമ്മുടെ ശരീരത്തിലേക്ക് ഓടിയെത്താൻ വേണ്ടിയിട്ട് ആകെ ഒരു 21-20 സെക്കൻഡൊക്കെ മതി. അപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ വെയിറ്റിൻ്റെ 7% എന്ന് പറഞ്ഞാൽ ബ്ലഡ് തന്നെയാണ് കേട്ടോ. അതായത് ആരോഗ്യമുള്ള ഒരു വ്യക്തിയിൽ 4.5 മുതൽ 6 ലിറ്റർ വരെ ബ്ലഡ് ഉണ്ടാവും. അപ്പോൾ ഈ രക്തത്തിൻ്റെ pH എന്ന് പറഞ്ഞാൽ 7.5 ആണ് കേട്ടോ. അപ്പോൾ ഈ രക്തത്തിൽ പ്രധാനമായിട്ടും 4 ഘടകങ്ങളാണുള്ളത്. അതായത് പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്, വൈറ്റ് ബ്ലഡ് സെൽസ്, അതുപോലെ തന്നെ റെഡ് ബ്ലഡ് സെൽസ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കുറച്ച് ഡ്യൂട്ടീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ പ്ലാസ്മയാണ് രക്തത്തിലുള്ള മഞ്ഞ ദ്രാവകം, അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുക, അതുപോലെ തന്നെ വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് രക്തത്തിലുള്ള നമ്മുടെ രോഗാണുക്കളൊക്കെ പ്രതിരോധിക്കുക, അതുപോലെ തന്നെ റെഡ് ബ്ലഡ് സെൽസ് ആണ് നമ്മുടെ ശരീരത്തിലേക്ക് ഓക്സിജൻ കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലഡൊക്കെ നമുക്ക് മാസത്തിൽ ഒരു 3 മാസത്തിലൊക്കെ ഒരിക്കലൊക്കെ നമ്മൾ ബ്ലഡ് എപ്പോഴും ഡൊണേറ്റ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അതായത് പ്രത്യേകിച്ച് നിങ്ങൾ റെയർ ബ്ലഡ് ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മൾ ഡൊണേറ്റ് ചെയ്യുക. അപ്പോൾ അതിനുള്ള ഗ്രൂപ്പ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായാൽ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം.